അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തം നമ്മളിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ 7 ആയത്ത് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി 8, 9, 10 ആയത്തുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം ഈ 3 ആയത്തുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير. ثاني عطفه ليضل عن سبيل الله له في الدنيا خزي ونذيقه يوم القيامة عذاب الحريق. ذلك بما قدمت يداك وأن الله ليس بظلام للعبيد. 3 ആയത്തുകൾ, 10 വരെയുള്ള ആയത്തുകൾ നമ്മൾ പാരായണം ചെയ്തു. നമ്മൾ പറഞ്ഞു വന്ന വിഷയം ബഅസിനെ പറ്റി. എന്തായിരുന്നു ബഅസ്? നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, ഉയർത്തെഴുന്നേൽപ്പ് അല്ലെ, പുനർസൃഷ്ടിപ്പ്. അതിനെപ്പറ്റി അതില്ല എന്ന് ആളുകൾ പറഞ്ഞപ്പോ അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി നൽകി അല്ലെ. ഫഇന്നാ ഖലഖനാകും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ എന്ന് തുടങ്ങി അല്ലാഹു നമ്മൾ ഉണ്ടായ ഓരോ ഭാഗങ്ങളും അല്ലെ വളരെ കൃത്യമായി നമുക്ക് വിശദീകരിച്ചു തന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ഉറപ്പിക്കുകയാണ്, നിശ്ചയമായും എന്ത് ചെയ്യും? ഖിയാമത്ത് നാൾ അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് കഴിഞ്ഞ ആയത്തിൽ നമ്മൾ പറഞ്ഞു. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്.
വമിനന്നാസ്. വമിനന്നാസ് വാ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞിരുന്നു വാ എന്തിനാണ് ഖുർആനിൽ കൊടുക്കുന്നത്? എന്തിനാ വാ എന്ന് പറയുന്ന അക്ഷരം? എന്തിനാ? ആൻഡ് ആണ് അല്ലെ, കൂട്ടി പറയാൻ. അപ്പൊ കഴിഞ്ഞ ആയത്തിലും തുടങ്ങിയത് എങ്ങനെയാണ്? വ അന്നസ്സാഅത്ത് എന്നാണ്. ഇവിടെയും അതിന് കൂട്ടിച്ചേർത്തിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കി പറയുന്നത്. വ ആൻഡ് മിനന്നാസ്. മിന എന്ന് പറഞ്ഞാൽ എന്താ? മിന എന്ന് പറഞ്ഞാൽ എന്താ? മിൻ, നിന്ന് അല്ലെ. അന്നാസ്, ഇൻസ്. നാസ് എന്താ? നാസ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, മനുഷ്യർ അല്ലെ. ഇതുപോലുള്ള ഒരു ആയത്ത് നമ്മള് ഹജ്ജിൽ ഓതി. ഏതാ? എത്രാമത്തെ ആയത്താ? വമിനന്നാസ് എത്രാമത്തെ ആയത്താ? 1, 3. വേറെ എന്തെങ്കിലും പറയുണ്ടോ? അല്ല, എത്രയുള്ളു? കുറെ പേജൊന്നും മറിക്കാണ്ടാവില്ല. 3-ാമത്തെ ആയത്തല്ലേ? എന്താ ആയത്ത്? അതൊന്ന് ഓതിയട്ടെ. വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹ് ബിഗൈരി ഇൽമിൻ വയത്തബിഉ കുല്ല ശൈത്താനിൻ മരീദ്. ല്ലേ? 3-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്മാരിലുള്ള ഒരു കൂട്ടരെ പറഞ്ഞില്ല. അതുപോലെ വീണ്ടും ആവർത്തിക്കാണ്. വമിനന്നാസ്, മനുഷ്യരിലുണ്ട്. എങ്ങനെയുള്ളവരെ പറ്റിയിട്ട് പറയാ? മനുഷ്യരിലുള്ള ഒരു വിഭാഗത്തെ പറ്റിയിട്ട് പറയാണ്. അവര് എന്ത് ചെയ്യുന്നവരാണ്? മൻ യുജാദിൽ, ജദല അല്ലെ, യുജാദിൽ. എന്താണ് ജദല്? യുജാദിൽ എന്നൊക്കെ പറഞ്ഞാൽ വാക്ക് നമ്മൾ പഠിച്ചതാണ്, തർക്കം അല്ലെ. ജദല് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? തർക്കം എന്നാണ്. യുജാദിൽ എന്ന് പറയുമ്പോ എന്താവും? തർക്കിക്കുന്നവർ അല്ലെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അക്കല എന്ന് പറഞ്ഞാൽ തിന്നുന്ന, യക്കുലു എന്ന് പറഞ്ഞാൽ എന്താ? തിന്നുന്നു. അതുപോലെ മൻ യുജാദിൽ എങ്ങനെയുള്ളവരുണ്ട്? തർക്കിക്കുന്നവരുണ്ട്. തർക്കിച്ചുകൊണ്ടേയിരിക്കാൻ. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തർക്കിച്ചവർ എന്നോ തർക്കിക്കാൻ പോകുന്നവരെന്നില്ല, തർക്കിച്ചുകൊണ്ടേയിരിക്കാണ് അവര്. ഇപ്പോഴും അങ്ങനത്തെ ആളുകളില്ലേ? അതാണ് ഖുർആൻ. അതാണ് ഖുർആൻ. മനസ്സിലായില്ലേ? എന്താണ് ഖുർആൻ എല്ലാ കാലത്തും നമുക്ക് സ്വീകരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞത്? ഇന്ന് അള്ളാഹു നടക്കുന്നു എന്നൊരു സംഗതി പറഞ്ഞെങ്കിൽ അത് അന്ന് നടക്കുന്നുണ്ടോ മാത്രമല്ല, ഇന്നും നടക്കുന്നുണ്ട്. വമിനന്നാസ്, മനുഷ്യരിലുണ്ട്. മൻ യുജാദിൽ, തർക്കിക്കുന്നവരുണ്ട്. ഏത് വിഷയത്തിൽ? അള്ളാഹുവിന്റെ വിഷയത്തിൽ, അള്ളാഹുവിന്റെ കാര്യത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്? തർക്കിക്കുന്നത് എന്നെന്ത് ചെയ്യാണ് പറയാൻ. എന്താണ് അള്ളാഹുവിനെ പറ്റിയിട്ടുള്ള തർക്കം? ഇന്ന് നമ്മുടെ നാടുകൾ പരിശോധിച്ചാൽ, ഈ കുറച്ച് മുമ്പുള്ള കാലഘട്ടം പരിശോധിച്ചാൽ, എന്താണ് അള്ളാഹുവിന്റെ പേരിലുള്ള തർക്കം എന്ന് പറഞ്ഞാൽ? അള്ളാഹു ഇല്ല, അള്ളാഹു ഇല്ല, അങ്ങനെ ഒരു സൃഷ്ടാവില്ല. നമുക്കിന്ന് എത്ര ആളുകളെ കാണാൻ കഴിയൂലേ? ഒരു ഉദാഹരണത്തിന് നമ്മുടെ വാട്സപ്പ് എടുത്ത് അതിലെ കോണ്ടാക്ട്സ് ഒന്ന് ചെക്ക് ചെയ്താൽ ഇഷ്ടം പോലെ ആളുകൾ പറയാ പടച്ചോനില്ല. എന്നാൽ അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങൾ കേട്ടാൽ അല്ലെ, അതൊക്കെ കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു പഠിപ്പിച്ചു തന്നു നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു സൃഷ്ടാവില്ലാതെ എങ്ങനെ ഈ സിസ്റ്റത്തിലൂടെ ആളുകൾ കടന്നു പോകും? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞ് തർക്കിക്കുന്ന കുറെ ആളുകളുണ്ട്. വമിനന്നാസ് മയ്യുജാദിലു, നമുക്ക് എന്നെ അറിയാം അല്ലെ, മയ്യുജാദിലു ഫില്ലാ, അള്ളാഹുവിന്റെ വിഷയത്തിൽ അവർ തർക്കിക്കുന്നു. എന്നിട്ട് അവര് തർക്കിക്കുന്നത് 3 കാര്യങ്ങളില്ലാതെയാണ്. എത്ര കാര്യങ്ങൾ? 3 കാര്യങ്ങൾ. വളരെ ശ്രദ്ധിച്ചു കേൾക്കണേ. നമ്മൾ ഇതിന്റെ ഒക്കെ വാക്കർത്ഥവും പഠിക്കണുണ്ട് കേട്ടല്ലോ. വമിനന്നാസി മയ്യുജാദിലു ഫില്ലാ, ചില ആളുകൾ അള്ളാന്റെ വിഷയത്തിൽ എന്ത് ചെയ്യുന്നു? തർക്കിക്കുന്നു. ബിഗൈരി ഇൽമിൻ, ഒന്നാമതായിട്ട് അവർക്ക് ഇല്ലാത്തത് എന്താണ്? ഇൽമില്ല, അറിവില്ല അല്ലെ. അറിവില്ലാത്ത മനുഷ്യര്, അള്ളാഹുവിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല. എന്താണ് അള്ളാഹു? ആരാണ് അള്ളാഹു? എന്തിനാണ് അള്ളാഹു? അള്ളാഹു എന്തിനാ നമ്മളെ സൃഷ്ടിച്ചത്? ആ സൃഷ്ടാവിനെ പറ്റിയിട്ടുള്ള അറിവില്ലായ്മയാണ് പല ആളുകൾക്കും ഇല്ലാത്തത് അല്ലെ. അള്ളാഹ് എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല, പടച്ചോൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ല. അറിയുന്ന ആളുകൾക്ക് പോലും എങ്ങനെ പടച്ചോനെ ആരാധിക്കേണ്ടതെന്ന് അറിയില്ല. അതാണ് ബിഗൈരി ഇൽമിൻ, അള്ളാഹുവിന്റെ വിഷയത്തിൽ അറിവില്ലാത്ത ആളുകൾ. പിന്നെയോ അവർക്ക് ഇല്ലാതായി പോയ മറ്റൊന്ന് എന്താണ്? വലാഹുദൻ, അവർക്ക് എന്തില്ല? ഒരു മാർഗദർശനമില്ല,
ഒരു ഒരു റൂട്ട് അവർക്കില്ല. മനസ്സിലായില്ലേ? ഈ ആളുകൾക്ക് ഒരു റൂട്ടിൽ അവർ പറയുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഒരടിസ്ഥാനവും ഇല്ല, ഒരു മാർഗദർശനവും ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത് അവർ സംസാരിക്കുന്നത്. അള്ളാഹു ഇല്ല എന്നും അള്ളാഹു എന്താ പറയാ അങ്ങനെ ഒരു സൃഷ്ടാവില്ല എന്നും അവർ വാദിക്കുന്നത്, അവർ തർക്കിക്കുന്നത് ബിഗൈരി ഇൽമിൻ, ഒരു അറിവില്ലാതെയും പിന്നെ വല ഹുദൻ, ഒരു മാർഗദർശനവും ഇല്ലാതെയാണ്. കഴിഞ്ഞില്ല. വല കിതാബിൻ മുനീർ. മൂന്നാമതായിട്ട് അവർക്കില്ലാത്ത എന്താണ്? വല കിതാബിൻ മുനീർ. അല്ലെ, കിതാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രന്ഥം. എങ്ങനെയുള്ള മുനീർ? മുനീർ നമ്മുടെ മൂത്താപ്പന്റെ മോ മുനീറാണോ? അല്ല, നൂറുൻ മുനീർ. അല്ലെ, നൂറിൽ നിന്ന് എന്തോ വരുന്നു? നൂറിന്റെ അർത്ഥം എന്താ? പ്രകാശം. അല്ലെ, മുനീർ എന്ന് പറയുമ്പോ ഇപ്പൊ എന്താവും? അല്ലെ, വെളിച്ചം നൽകുന്ന, പ്രകാശം നൽകുന്ന. വല കിതാബിൻ മുനീർ. അവർക്ക് എന്തില്ല? പ്രകാശം നൽകുന്ന ഒരു ഗ്രന്ഥവുമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഇന്ന് മടങ്ങുന്നത് ഖുർആനിലേക്കല്ലേ? എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഏത് പരിഭവങ്ങൾ ഉണ്ടെങ്കിലും ഖുർആനിന്റെ ആയത്തെടുത്ത് ഒന്ന് പാരായണം ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന സമാധാനം എത്രയാണ് അല്ലെ? നമ്മളിങ്ങനെ ആകെ തകർന്ന് തളർന്ന് വല്ലാതെ ഇരിക്കുമ്പോ ഒരായത്ത് കേൾക്കുക, ഹൈ, എന്ത് സമാധാനമായിരിക്കും മനസ്സിന്. നമ്മളാകെ പ്രശ്നത്തിൽപ്പെട്ട് കടം കയറി, വീട് ജപ്തിയായി, മക്കൾ ഇട്ടിട്ട് പോയി, എന്താ പറയാ ഭർത്താവ് ഇട്ടിട്ട് പോയി, ഭാര്യ ഇട്ടിട്ട് പോയി, ബിസിനസ് പൊളിഞ്ഞു പോയി, കച്ചവടം ഇല്ലാണ്ടായി, കയ്യിലുള്ള സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടു. എന്നിട്ട് നമ്മൾ ഓതുക, അള്ളാഹു പറയുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയതല്ലാതെ ഒന്നും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരൂല. സമാധാനായില്ലേ? അതാണ് ഖുർആൻ. നമുക്കൊരു വേദഗ്രന്ഥം ഉണ്ട് അല്ലേ? എന്നാൽ അവർക്ക് എന്തില്ല? ഈ അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുന്ന ഈ ആളുകൾ ഉണ്ടല്ലോ, അവർക്ക് എന്തില്ല? പ്രകാശം നൽകുന്ന, അല്ലെ, ഈ ഖുർആൻ അത് നമുക്ക് എന്താ നൽകുന്നത്? പ്രകാശമാണ് നൽകുന്നത്. അല്ലെ, ജാഹിലിയത്തിലെ ജാഹിലിയത്തിലുണ്ടായ ആ ക്രൂരന്മാരെ, അല്ലെ, അത്രയും മോശക്കാരെ നന്നാക്കിയത് ആരാണ്? ഖുർആനാണ്. അല്ലെ, ഇന്ന് നമ്മള് ഓരോ സഹാബാക്കളുടെ പേരുകൾ പറയുന്നു അല്ലെ, ആ സമയത്ത് നമ്മള് റളിയല്ലാഹു അൻഹു പറയുന്നു. എന്ത് കാരണം കൊണ്ടാണ് അവർ ആ ദറജയിലേക്ക് ഉയർന്നത്? അത് ഈ ഖുർആൻ കാരണമാണ്. ഈ ഖുർആൻ ആരൊക്കെ ഏറ്റെടുത്തിട്ടുണ്ടോ അവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഖുർആനിനെ ഏറ്റെടുക്കാൻ നമ്മളിൽ എത്ര പേര് തയ്യാറാണ് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടത്. ഈ കൂട്ടരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ വിഷയത്തിൽ, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ, അള്ളാഹുവിനെ പറ്റി ഒരു കാര്യവും അറിയാതെ, ഒരു മാർഗദർശനവും ഇല്ലാതെ, ഒരു പ്രകാശം നൽകുന്ന വേദഗ്രന്ഥവും ഇല്ലാതെ അവരെന്ത് ചെയ്യുന്നു? തർക്കിക്കുന്നു. അതാണ് അവർക്കില്ലാത്ത മൂന്ന് കാര്യങ്ങൾ. എന്ത് ചെയ്യാണ്? വളരെ വ്യക്തമായി അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ പറയുകയാണ്. ഇനി അടുത്ത ആയത്തിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് അടുത്ത ആയത്ത്? ഈ പറഞ്ഞ കൂട്ടരെ പറ്റി തന്നെയാണ് അടുത്ത ആയത്തിലും പറയുന്നത്. ശ്രദ്ധിക്കണേ, ഈ പറഞ്ഞ കൂട്ടരുണ്ടല്ലോ, ഒരു കൂട്ടർ നമ്മളെ മനസ്സിൽ വന്നില്ലേ? അള്ളാഹുവിനെ നിഷേധിക്കുന്ന ഒരു കൂട്ടർ നമ്മളെ മനസ്സിൽ വന്നില്ലേ? അവരുടെ ക്വാളിറ്റീസ് 3 നമ്മൾ പഠിച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് അവരെ. മനസ്സിലായില്ലേ? ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലെ? ഇനി അവരെ പറ്റി തന്നെ പറയാണ്. സാനിയ എന്നൊക്കെ പറഞ്ഞാൽ തിരിച്ചു. സാനിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സനിയ എന്നൊക്കെ പറയും, അതിൽ നിന്നാണ് സാനിയ വരുന്നത്. എന്താണ് സാനിയ? തിരിച്ചവനായിക്കൊണ്ട്, തിരിഞ്ഞു കളഞ്ഞവനെ. എന്താണ് അവൻ തിരിച്ചത്? എന്ന് പറഞ്ഞ ഇതാണ് തോള്. എന്താണ് ഈ തോൾ ഭാഗം? അതിനാണ് എന്ത് പറയുന്നത്? എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവന്റെ തോൾ. ഹി എന്ന് പറയുമ്പോ എന്തായി? അവന്റെ എന്നായി മാറി. എന്ന് പറഞ്ഞാൽ തോൾ, അല്ലെ, പെരടി എന്നൊക്കെ പറയാം അല്ലെ, കഴുത്ത്. തിരിഞ്ഞു കളഞ്ഞവനായിക്കൊണ്ട്. അപ്പൊ നമ്മൾ പറയുന്നല്ലോ ഖുറാനെ പറ്റി പറയുമ്പോ ഇങ്ങനെ നിന്ന ആൾക്കാരാ അല്ല, മറിച്ച് ഒരു പുച്ഛം, ഒരു പുച്ഛഭാവം. യഥാർത്ഥത്തിൽ ഇത് അഹങ്കാരികളുടെ ഒരു അടയാളമാണ്. സുബഹിക്ക് ശേഷം ഉസ്താദ് കയറിയിട്ട് സംസാരിക്കാൻ പോവാണ്. ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അനക്കുണ്ടടാ ബാക്കി ഉറക്കം.
ഇന്ന് ഖുർആൻ ക്ലാസ് ഉണ്ട്. ഖുർആനിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് അറിയാത്ത ഖുർആൻ എന്റെ അവർക്ക് ഇഷ്ടം പോലെ ഖുർആനുണ്ട്. പള്ളിയത്തിനെക്കാട്ടി ഖുർആനുണ്ട്. പിന്നെയോ മറ്റൊരു തിരിയൽ എന്താ? ഖുർആനിന്റെ ആശയങ്ങൾ പറയുമ്പോ തിരിഞ്ഞു കളയുന്ന ആളുകള്, ദീൻ പറയുമ്പോ തിരിഞ്ഞു കളയുന്ന ആളുകള്. എടാ എങ്ങനൊന്നും ചെയ്യാൻ പറ്റൂലടാ. ഭയങ്കര തന്നെ, എത്ര ആള് ചെയ്യുന്നുണ്ട്. അഹങ്കാരം ഈ കൂട്ടർക്ക് ഉണ്ടാകുന്ന ഒരു സംഗതിയാണിത്. അവരുടെ കഴുത്ത്, അവരുടെ ചുമൽ അവര് തിരിച്ചു കളഞ്ഞു. ഏതിൽ നിന്ന്? എന്നിട്ട് അവർക്ക് എന്താ ഉണ്ടായത്? അവർക്ക് വന്ന പ്രശ്നം എന്താ? ലിയുദില്ല. എന്തിനാണ് അവര് തിരിച്ചത്? ലലാലത്തിലാകാൻ, ലലാലത്തിലാകാൻ, വഴിപിഴക്കാൻ. അല്ലെ, വഴിപിഴവല്ലേ, വഴിപിഴക്കാൻ വേണ്ടി. ലിയുദില്ല. ഏതിൽ നിന്നാണ് വഴി പിഴച്ചു പോകുന്നത്? അൻ, അല്ലെ, അൻ ഇതിൽ. ഏതിൽ? സബീലില്ലാ, സബീലില്ലാ. ഏത് വഴിയിൽ നിന്ന്? അള്ളാഹുവിന്റെ. അല്ലെ, സബീൽ എന്ന് പറഞ്ഞാൽ മാർഗം. അല്ലെ, ഒരു വഴി, റോഡിനൊക്കെ എന്ത് ചെയ്യും? സബീൽ എന്ന് പറയും. അൻ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വഴി പിഴക്കുവാനായി. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഈ തോള് ചരിച്ചവരിൽ ഉൾപ്പെട്ടു പോയിട്ടുണ്ടോന്നാ. കുറേ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരും. തൗബ ചെയ്യണം നമ്മള്. തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങണം നമ്മള്. നമ്മൾ ഇതൊന്നും ഇങ്ങനെ കേട്ട് ഇതിന്റെ വാക്കർത്ഥം പഠിച്ച് ഇതിനെ തജ്വീദ് പഠിച്ച് വെറുതെ അങ്ങ് ഇറങ്ങിപ്പോകുന്ന, വെറുതെ ഒരു കുറച്ച് QHL സ്റ്റുഡൻസ് ആയിട്ട് നമ്മൾ മാറാൻ പാടില്ല. ഒരു തീരുമാനമാണ്. പണ്ഡിതന്മാര് പറയുന്ന ഒരു വിഷയം എന്താണെന്നറിയോ? നമ്മൾ കേൾക്കുന്ന ഒരു കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യത്തിൽ, നമ്മൾ പറയുന്ന ഒരു കാര്യത്തിൽ ചിലപ്പോ അതൊക്കെ ചെയ്ത് ഇതിലൊക്കെ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നടക്കാന്ന് പറയുന്നത് ചിലപ്പോ എന്താണ്, കുറച്ച് പ്രയാസമാണ്. എന്നാൽ മനസ്സുകൊണ്ടെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ നമ്മളെ കൊണ്ട് ചെയ്യണം. ഇനി ഇൻഷാ അല്ലാ ദീനിന്റെ ഒരു വിഷയം കേട്ടാൽ എന്റെ മുഖം ഞാൻ തിരിക്കൂല. ഇനി ഇൻഷാ അല്ലാ ഖുർആനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വന്നാൽ ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കൂല. ഇനി ഈ ദീനിന്റെ മാർഗത്തിൽ പണിയെടുക്കാനുള്ള, ആഖിറത്തിന് വേണ്ടി പണിയെടുക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ സാനിയായിട്ട് എന്റെ തോള് ചെരുവിൽ നമ്മൾ തീരുമാനിക്കുക. മനസ്സിലായില്ലേ? ആദ്യം നേരെയാക്കേണ്ടത് നമ്മുടേതാണ്. നമ്മുടെ പിരടികൾ നേരെയാക്ക്. അപ്പോ നമ്മുടെ മക്കളുടേത്, പിന്നെ അതിൽ നിന്ന് വരുന്ന തലമുറയുടേത് നേരെയായി വരും. അല്ലെ, നമ്മൾ ഖുർആനിനോട് കാണിച്ച ചില വിമുഖതയാണ് ഇന്ന് നമ്മുടെ മക്കൾ കാണിക്കുന്നത്. അല്ലെ, അല്ലാഹു നമുക്കൊക്കെ ഖുർആൻ പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മളെല്ലാവരും നമ്മുടെ മക്കളെ ഖുർആൻ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലെ, പഠിപ്പിക്കാൻ. എന്നാൽ നമുക്ക് പലർക്കും ചെയ്തിട്ടില്ല, അതിന് സാധിക്കാതെ പോയിട്ടുണ്ട്. നമ്മുടെ മക്കള് നമ്മളിൽ കാണുന്ന ഒരു ഡിഫോൾട്ടാണ് അത്. മനസ്സിലായില്ലേ? നമ്മൾ എന്ത് ചെയ്യണം? അത് പരിഹരിക്കണം. അല്ലെ, എങ്ങനെ? ഖുർആനിലേക്ക് കടന്നു വന്നുകൊണ്ട് നമ്മളെ മക്കളെക്കാൾ ഖുർആൻ വന്നവരായിട്ട് നമ്മൾ മാറണം. മനസ്സിലായില്ലേ? അതാണ് പോയിന്റ്. നമ്മൾ ഈ എന്താ പറയാ, നമ്മളെ നാട്ടിലൊക്കെ പറയും ഓസിക്ക് അങ്ങനെ സ്വർഗത്തിൽ പോകേണ്ട വിചാരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ വേറെ ആളെ വഴി അങ്ങനെ എന്ത് ചെയ്യണ്ട, ഓസിക്ക് പോകണ്ടെന്ന് പറയും. അങ്ങനെയുള്ള കൂട്ടത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മള് ഉൾപ്പെടാൻ പാടില്ല. സാനിയായിട്ട് ഫിഹി, നമ്മുടെ കഴുത്തുകൾ നേരെയാക്കണം. ലിയുദില്ല അൻ സബീലില്ല, ആര് അവന്റെ കഴുത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് തിരിച്ചുവോ, ഈ കൂട്ടർ നമ്മൾ പറഞ്ഞു മനുഷ്യരിലുള്ള തിരിച്ചുവോ, ലിയുദില്ല അൻ സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവൻ എന്ത് ചെയ്യൂ? വഴി പിഴച്ചു. പിന്നെ നമുക്കിവിടെ ഖുർആനിൽ നിങ്ങളൊന്ന് നോക്കി നോക്കിയാ ഒരു സില കാണാൻ കഴിയും. കാണുന്നുണ്ടോ? ചില ആളുകൾ കാണുന്നുണ്ടോ? സില കാണുന്നില്ലേ? എന്താ സില? എന്തിനാ ഇടുന്നത്? ഖുർആനില് രസത്തിന് ഇടുന്നതാണോ? അങ്ങനെ കുറെ നിങ്ങൾ കാണാനുണ്ടോ? വേറെ എന്തെങ്കിലും കാണല്? ചോദിക്കട്ടെ, ഖുർആൻ പോകുന്ന ആളുകളല്ലേ. സില പോലുള്ള മീമ് കാണലുണ്ട്, പിന്നെ ജീമ് കാണലുണ്ട്, പിന്നെ ഖൈല കാണലുണ്ട്, പിന്നെ സ്വാദ് കാണലുണ്ട്, പിന്നെ നിങ്ങളൊന്നും കാണലില്ല. സീന് കാണലുണ്ട്, പിന്നെ 3 കുത്ത് കാണലുണ്ട്, പിന്നെ കഴിഞ്ഞോ? ഇത്ര കാണലുള്ളൂ? നിങ്ങള് റമദാനിലെല്ലാം 3 ഖത്ത് ഓതി തീർത്തു എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാർ ഇവിടെ ജീമ് കാണലുണ്ട്. ഇതെന്താണ്? എന്തിന്റെ നിയമമാണിത്? വഖഫിന്റെ
നിയമമാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോപ്പ് അല്ലെ? സ്റ്റോപ്പ് ചെയ്യേണ്ട നിയമങ്ങൾ കുറെ ഇല്ല, അങ്ങനെ കുറെ ഉണ്ട്. നമുക്ക് സില പഠിക്കാം. ഞാൻ ഒരു രസകരമായ ഒരു സംഭവം പറയട്ടെ. ഒരു കുട്ടി നമ്മളെ എന്താ പറയാ ഇങ്ങനെ നടന്നു പോയപ്പോ അവന് ഖുർആൻ പഠിക്കാൻ തുടങ്ങുന്നുള്ളൂ, ഇതിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പൊ അവനിത് കണ്ടിട്ട് അവനിങ്ങനെ നോക്കിയിട്ട് ഇതെന്താ ഉസ്താദേ സബീലൊക്കെ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ കൊടുത്തതിന് ശേഷം അതുപോലെ നമ്മളാകാൻ പാടില്ല, മനസ്സിലായില്ലേ? പിന്നെ ഈ സില എന്താന്ന് ചോദിക്കുമ്പോൾ ആട്ടിപ്പായിക്കുന്ന പേരൻസ് ആയിട്ട് നമ്മൾ മാറാൻ പാടില്ല. അള്ളാഹു മനസ്സിലാക്കണ തൗഫീഖ് നൽകട്ടെ. സില എന്ന് പറഞ്ഞാൽ അവിടെയുള്ള വഖഫിന്റെ നിയമം എന്ന് പറയുന്നത് നിർത്താം നിർത്താതിരിക്കാം, നിർത്താം നിർത്താതിരിക്കാം. ഓക്കെ, നിർത്താം നിർത്താതിരിക്കാം. ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല. നിർത്തണം വേണ്ട, നമ്മളെന്ത് ചെയ്യാം? ഒന്നുകിൽ നിർത്താം അല്ലെങ്കിൽ നിർത്താതിരിക്കാം. എന്നാൽ അത് അറിഞ്ഞുകൊണ്ടാകണം, മനസ്സിലായില്ലേ? ഇതെന്താണെന്നൊന്നും ചെയ്യേണ്ടതെന്ന് അറിയില്ല, വേഗം പോയി കളയാന്നുള്ള നിലപാട് എന്ത് ചെയ്യാൻ പാടില്ല, സ്വീകരിക്കാൻ പാടില്ല. ബാക്കിയുള്ള നിയമങ്ങൾ വഴിയേ വരും. ആ സമയത്ത് എന്ത് ചെയ്യാം? വഖഫിന്റെ നിയമങ്ങൾ പറയാം. എല്ലാം കൂടി പറഞ്ഞാൽ നിങ്ങളുടെ തല പുകയും. നമ്മൾ പറഞ്ഞു. പിന്നെയോ ലഹു, ലഹു അവനുണ്ട്. കുറെ സ്ഥലങ്ങൾ കാണാറില്ല ലഹു. അൻ സബീലില്ലാഹി ലഹു, അങ്ങനെ ഓതിയാ മതി. അങ്ങനെ ഓതാ, നിർത്തണം നിർബന്ധമില്ല. വേണ്ട, നിർത്തിയാ പിന്നെ ബാക്കി ഓതിയാ മതി, മനസ്സിലായില്ലേ? നമ്മളെ അൻ സബീലില്ലാന്ന് നിർത്തിയാ പിന്നെ ലഹു ഫിദ്ദുന്യ ഓതിയാ മതി, കൂട്ടി ഓതണമെന്നില്ല. മനസ്സിലായി? അതാ പറഞ്ഞത്, നിർത്താം നിർത്താതിരിക്കാം. ഇനി ലഹു അവനുണ്ട്. കുറേ ഇടങ്ങളിൽ ഖുറാനിൽ പറയുന്നുണ്ട് ഈ ലഹു. ലഹു ശരിക്കും നമ്മളൊന്നിങ്ങനെ എന്താ പറയാ ഒന്നിങ്ങനെ ശ്രദ്ധിക്കേണ്ട ഒന്നാ. ലഹു അവനുണ്ട്, നമുക്കൊക്കെ ഉണ്ട് എന്നാ പറയണത്. ലഹു ഖുറാനിൽ കാണുന്ന ലഹു മാ ഫിസ് സമാവാത്, അവനെന്താ ആകാശങ്ങളുണ്ട് അല്ലെ? വമാ ഫിൽ അർദ് ഭൂമിയുണ്ട്, വമാ ബൈനഹുമാ അതിന്റെ ഇടയിലുള്ളുണ്ട്, വമാ തഹ്ത സറ അതിന്റെ അടിയിലുള്ളതുണ്ട്. ഇതൊക്കെ ഖുറാനിലെ കുറെ സ്ഥലങ്ങൾ കാണാൻ കഴിയും. ലഹു അവനുണ്ട്. ഇവിടെ എന്താ പറയുന്നത്? ഫിദ്ദുന്യാ, ദുനിയ എന്ന് പറഞ്ഞാൽ എന്താ? ദുനിയാവ് അല്ലെ? ഈ ലോകം, ദുനിയാവ്. ഫി എന്ന് പറയുമ്പോ ദുനിയാ വിൽ, ഫിദ്ദുന്യ എന്ന് പറയുമ്പോ ദുനിയാ വിൽ. എന്തുണ്ട്? ഖിസ്യ്. എന്താ അവനുള്ളത്? ഖിസ്യ്. ഖിസ്യ് എന്ന് പറഞ്ഞാൽ അപമാനം, നിന്യത. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്ത് നിന്നുള്ള അപമാനം നമുക്കുണ്ടാവും അല്ലെ? അള്ളാഹുവിൽ നിന്നുള്ള അപമാനം എത്ര വലുതായിരിക്കും. ഇപ്പൊ നമ്മുടെ മക്കളൊന്ന് അപമാനിച്ചാൽ, നമ്മുടെ സുഹൃത്തുക്കളൊന്ന് അപമാനിച്ചാൽ, നമ്മുടെ അധ്യാപകൻ നമ്മൾ അപമാനിച്ചാൽ, നമ്മുടെ കൂടെയുള്ള ആളുകൾ തന്നെ നമ്മൾ അപമാനിക്കുമ്പോ എത്ര വേദനയുണ്ട്. പടച്ചോന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന അപമാനം എത്ര വലുതായിരിക്കും. അള്ളാഹു നമ്മളെ അപമാനിക്കാതെ നമ്മുടെ മാനം കാൽക്കുന്നത് നമ്മളാണോ? അല്ല, അള്ളാഹു ആണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നിങ്ങൾ രാത്രിയിൽ നടന്ന ഒരു കാര്യം, രാത്രിയിൽ നിങ്ങൾ ചെയ്ത തെറ്റ് പകലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കുന്നു. അത് അള്ളാഹു നിങ്ങളോട് കാണിക്കുന്ന കാരുണ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ രാത്രി ചെയ്ത അള്ളാഹു മറച്ചു വെച്ച ആ തെറ്റ് നിങ്ങൾ പരസ്യമാക്കാൻ പറ്റൂല. അത് പടച്ചോനോട് നമുക്ക് കിട്ടിയ കാരുണ്യാണ്. നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ സൂക്ഷ്മത കൊണ്ടല്ല അതൊന്നും മറച്ചു വെച്ചത്, അള്ളാഹുവിന്റെ കാരുണ്യം. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അപമാനിക്കാൻ തീരുമാനിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒന്നും വേണ്ട മനുഷ്യന്മാരെ, നമ്മുടെ മനസ്സ് ചിന്തിക്കുന്ന കാര്യങ്ങൾ വേറൊരാൾക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്താൽ നമ്മളെ മനസ്സിൽ എന്തൊക്കെ മോശം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ആരോടും പറയാത്ത, മുഖത്ത് കാണിക്കാത്ത, പെരുമാറ്റത്തിൽ കാണിക്കാത്ത പല കാര്യങ്ങളും, മോശമായ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ട്, അത് പടച്ചോനൊന്ന് പുറത്താക്കിയാൽ. അതുകൊണ്ടാണല്ലോ സൂറത്തു താരിഖിൽ അല്ലാഹു രഹസ്യങ്ങളെ പരസ്യമാക്കുന്ന ആ ഒരു അവസ്ഥയെ പറ്റി പറഞ്ഞത്. യൗമ തുബ്ലസ് സറായിർ, യൗമ തുബ്ലസ് സറായിർ, എല്ലാ രഹസ്യങ്ങളെയും പൊളിക്കുന്ന ദിവസം അല്ലെ? പടച്ചോൻ ഇന്ന് വിചാരിച്ചാൽ കഴിയൂലേ? ഇന്ന് വിചാരിച്ചാൽ കഴിയൂലേ സഹോദരന്മാരെ? കഴിയും. ആ അള്ളാഹുവിനെ നമ്മൾ തഖ്വ ചെയ്യണം. ലഹു ഫിദ് ദുനിയാ ഖിസി, അവന് അപമാനമുണ്ട്. ഇതൊക്കെ ചെയ്തു കൂട്ടിയ ആളുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. ലഹു ഫിദ് ദുനിയാ ഖിസി, അവന് അപമാനമുണ്ട്. എവിടെയാന്നുള്ളതും പ്രധാനമാണല്ലേ? ദുനിയാവ്. നമ്മളൊക്കെ വിചാരിക്കും ഒക്കെ ആഖിറത്തിലെത്തിയിട്ടാണ്, ഒക്കെ വിചാരിക്കും ഖബറിലും പിന്നെ അങ്ങ് മഹ്ശറിലേക്കാണ് കിട്ടുക. ചിലത് പടച്ചോൻ എന്ത് ചെയ്യും? ദുനിയാവിൽ തന്നെ തരും.
അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ കാത്തു രക്ഷിക്കാൻ നമ്മൾ തേടുമ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ഈ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴേക്ക് നമ്മളൊരു ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ടാകണം. ലഹൂ ഫിദ് ദുനിയാ ഖിസി, പിന്നെ അവന്റെ അവസ്ഥ എന്താ? ദുനിയാവിൽ അപമാനമുണ്ട്. പിന്നെയോ വനുദീഖുഹു ദൂഖ് വനുദീഖുഹു, അവനെ നാം അനുഭവിപ്പിക്കുകയും ചെയ്യും. അനുഭവം, വനുദീഖുഹു, അവൻ അനുഭവിക്കും. അവൻ അനുഭവിക്കും. എവിടെ നിന്ന്? യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നിന്ന്. എന്താ അവൻ ഖിയാമത്ത് നാളിൽ അനുഭവിക്കാന്നറിയോ? അദാബൽ ഹരീഖ്. എന്താ അദാബ് എന്ന് പറഞ്ഞാൽ? ശിക്ഷ. അൽ ഹരീഖ്, അൽ ഹരീഖ്, ഹർക്ക്, ഹരീഖ്, ചുട്ടിരിക്കുന്ന, കരിച്ചു കളയുന്ന ശിക്ഷ അവൻ എവിടുന്നുണ്ട്? ഖിയാമത്ത് നാളിലുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണേ, ദുനിയാവിൽ അവൻ അപമാനമുണ്ട്, കഴിയുന്നില്ല. ഖിയാമത്ത് നാളിൽ അവൻ എന്തുണ്ട്? ചുട്ടിരിക്കുന്ന ശിക്ഷയുണ്ട്. നമ്മള് പറഞ്ഞിരുന്നു വലാകിന്ന അദാബല്ലാഹി ശദീദ്. എന്താ അതിന്റെ അർത്ഥം പറഞ്ഞോ? അതിന്റെ അർത്ഥം പറഞ്ഞോ? വലാകിന്ന അദാബല്ലാഹി ശദീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഠിനമായ ശിക്ഷ നൽകുന്നവനുമാണ് എന്ന് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മള് മറന്നു പോകാൻ പാടില്ല. ഇനി ഈ ആയത്തിന്റെ രീതി ഒന്ന് നമ്മൾ നോക്കിയാട്ടെ. ഈ ആയത്ത് നോക്കട്ടെ, ഞാൻ അതിനാണ് നമ്പേഴ്സ് ആയിട്ട് ഇട്ടത്. ഈ രണ്ടായത്തുകൾ ഇവിടെ വമിനന്നാസി മയുജാദിലു ഫില്ലാ, അല്ലെ, ഒരു കൂട്ടരെ പറ്റി പറഞ്ഞു. ഒരു കൂട്ടര്, ജനങ്ങളിലുള്ള ഒരു കൂട്ടര്, അവരുടെ പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് പിന്നെ ഖുർആൻ പറയുന്നത്. ബിഗൈരി ഇൽമിൻ, ഒന്നെന്താ? അവർക്ക് ഇൽമില്ല, അറിവില്ല അള്ളാഹുവിന്റെ വിഷയത്തിൽ. വലാഹുദൻ, അവർക്കൊരു മാർഗദർശനവുമില്ല. വലാ കിതാബി മുനീർ, അവർക്ക് പ്രകാശം നൽകുന്ന ഒരു ഗ്രന്ഥവുമില്ല. പിന്നെ അവരെന്താ ചെയ്തത്? 4 അവരുടെ പിരടികൾ, കഴുത്ത് അവര് ചരിച്ചു കളഞ്ഞു, അവര് തിരിഞ്ഞു കളഞ്ഞു എന്നെന്ത് ചെയ്തു? അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പേരിൽ അവരനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ പറയാം. എന്താ? അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അയാള് വഴിപിഴച്ചു. ലഹൂ ഫിദ് ദുനിയാ ഖിസി, അവനുണ്ട് എന്ത്? ഈ ദുനിയാവിൽ അപമാനം, കഴിയുന്നില്ല. വനുദീഖുഹു, അവനെ അനുഭവിക്കും. ദൂഖ് വല്ലാത്ത വാക്കാണ് കേട്ടോ. അനുഭവിപ്പിക്കും, ഉറപ്പാ, വെറുതെ വിടൂല. യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലാണ്. അദാബൽ ഹരീഖ്, പിന്നെ അവന് കിട്ടുന്ന എന്താണ്? ചുട്ടരിക്കുന്ന ശിക്ഷയാണ്. നമുക്ക് അതിന്റെ ഗൗരവം മനസ്സിലായിട്ടില്ല. അദാബൽ ഹരീഖ്, അദാബൽ ഹരീഖ് നല്ല വാക്കാണല്ലോ, ചുട്ടരിക്കലാണല്ലോ, നല്ല രസമുണ്ടല്ലോ. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഒരാൾ ഇവിടെ നിന്നിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് അങ്ങ് കത്തിച്ച് കളഞ്ഞാൽ നമ്മൾ ഈ മുഖത്തോടു കൂടി ഇരിക്കോ? ഇവിടെ ഇരിക്കോ? ഒരാളെ കത്തിച്ച് കളയണമെന്നൊരു വാർത്ത കിട്ടും, നമ്മൾ കണ്ടിട്ടില്ല, നമ്മളൊരു വീഡിയോ പോലും കണ്ടിട്ടില്ല. അതിന്റെ ഒരാളെ ചുട്ടരിച്ചു കളഞ്ഞു എന്നുള്ള ഒരു വാർത്ത കണ്ടു, നമ്മൾ എത്ര അത്ഭുതപ്പെടും. എന്തുകൊണ്ടാണ് ഈ ചുട്ടരിക്കൽ കേൾക്കുമ്പോൾ നമുക്കൊന്നും തോന്നാത്തത്? നമ്മളത് അങ്ങനെയൊന്നും ആഴത്തിന് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. ഇപ്പോ ഫിർഔനിന്റെ വീട്ടിലുള്ള വേലക്കാരിയെ പറ്റിയിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ചരിത്രം കേട്ടപ്പോ നമുക്കൊന്നും തോന്നിയിട്ടില്ല, അല്ലെ? ഫിർഔനിന്റെ വീട്ടിലത്തെ വേലക്കാരിയുടെ ചരിത്രം നമുക്കറിയാലോ. എന്താ ചരിത്രം? മുടി വാരി കൊടുക്കുകയാണ് മോൾക്ക്, അല്ലെ? നിലത്ത് വീണപ്പോ ബിസ്മില്ല എന്ന് പറഞ്ഞിട്ടെടുത്തു. മകളുടെ ചോദ്യമാണ്, എന്ത്, നീ എന്റെ വാപ്പയുടെ പേരിലല്ലേ അത് എടുത്തത്? അല്ല, എന്റെയും നിന്റെയും നിന്റെ വാപ്പയുടെയും റബ്ബിന്റെ പേരിലാണ് ഞാൻ എടുത്തത്. വെറുതെ വിട്ടോ? വിട്ടില്ലല്ലോ. വിളിച്ചു വരുത്തിയില്ലേ? മക്കളെ ഓരോരുത്തരെയായിട്ട് ചുട്ടരിച്ചില്ലേ? നമ്മൾ ഇങ്ങനെ പറയും, നമ്മൾ ലാഘവത്തിൽ കേൾക്കാറുണ്ട്. എന്നാൽ നമ്മുടെ മക്കളെ ചുട്ടരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളുടെ ചിന്ത ഒന്ന് കൊണ്ടുപോകൂ. നമ്മുടെ മക്കളെ നമ്മളിങ്ങനെ ചുട്ടരിക്ക പോയിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു ഇരുട്ടത്ത് നമ്മൾ വിടോ? ഇല്ല. വളരെ വെളിച്ചത്തിൽ, ഇപ്പൊ വൈകുന്നേരം നല്ല വെളിച്ചല്ലേ, വലിയ കുട്ടിയാണ്, ഓനെ വീട്ടിലേക്ക് ഇവിടുന്ന് അങ്ങ് വിടട്ടെ എന്ന് ചോദിക്കുമ്പോ ഉമ്മ പറയും, വേണ്ട വിടണ്ട, പാപ്പാനെ അയക്കാം, ആരെങ്കിലും അയക്കാം. എന്താ? എന്റെ മോള് എന്തെങ്കിലും ആവോ?
വാപ്പയുടെയും ഉമ്മയുടെയും മുന്നിൽ ചുട്ടരിക്കുന്ന അവസ്ഥ അല്ലെ? നമ്മുടെ മക്കളെ ചുട്ടരിക്കുന്ന നമുക്ക് ചിന്തിക്കാനുണ്ടോ? ഇല്ല. എന്നിട്ടും നമ്മൾ മാഷിത്തെ പറ്റി പറയുമ്പോൾ നമുക്കൊന്നും തോന്നാത്തത് നമ്മൾ ആഴത്തിൽ ചിന്തിക്കാത്തത് കൊണ്ടാണ്. ഓരോ മക്കളെയും ഫിറഔൻ എന്ന് പറയുന്ന അഹങ്കാരി ചുട്ടരിച്ചു. അവസാനം പിഞ്ചു കുഞ്ഞ് അല്ലെ, ചരിത്രത്തിൽ കാണാം, മുലയൂട്ടുന്ന കുഞ്ഞ് ഒന്നൊന്ന് ചെരിഞ്ഞു വീണു പോയാൽ അല്ലെ, എടുക്കുമ്പോ ഒന്ന് കഴുത്ത് ചെരിഞ്ഞു പോയാൽ പെടയുന്നവരല്ലേ നമ്മള്. ആ കുഞ്ഞിനെയും ചുട്ടരിക്കാൻ ഫിറഔൻ കൊണ്ടുപോയപ്പോ പതറി. അള്ളാഹു ആ പിഞ്ചു കുഞ്ഞിനെ സംസാരിപ്പിച്ചു, ഉമ്മ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ബേജാറാകണ്ട, പടച്ചോൻ കൈവിടൂല, ഉറച്ചു നിന്നു. ബാക്കിയുള്ള മക്കളൊന്നും ചുട്ടരിച്ചപ്പോ അള്ളാഹുവിനോടുള്ള ആ ഈമാൻ, വിശ്വാസം പതറിയിട്ടില്ല. ജീവിതത്തിന്റെ ഏത് മേഖലയിൽ ആ ചുട്ടരിക്കലിനെ പറ്റി നമ്മൾ ചിന്തിച്ചുവോ? ഇല്ല. അദാബൽ ഹരീഖ്, ചുട്ടരിക്കും പടച്ചോൻ. അത് ഫിറഔൻ ചുട്ടരിച്ച പോലെ ഒന്നും ആയിരിക്കൂല. വലാകിന്ന അദാബല്ലാഹി ശദീദ്, അള്ളാഹുവിന്റെ ശിക്ഷ അത് കഠിനമാണ്. നമ്മൾ ചുട്ടരിയുന്ന ഒരവസ്ഥ ആലോചിക്കുകയും ചിന്തിക്കാനും നമ്മളെ കൊണ്ട് കഴിയണം. ഇതൊക്കെ പറഞ്ഞിട്ട് പടച്ചോൻ പറയാണ്, അത് ذلك എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ബിമാ ഖദ്ദമത്, അതെന്തുകൊണ്ടാണ്? മുമ്പ് ചെയ്തു വെച്ചത് കൊണ്ടാണ്. ذلك ബിമാ, ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഇതൊക്കെ അവൻ അനുഭവിക്കേണ്ടത് എന്തുകൊണ്ടാണ്? ബിമാ ഖദ്ദമത്, അവൻ മുമ്പ് ചെയ്തു വെച്ചത് കൊണ്ടാണ്. എന്തുകൊണ്ട് ചെയ്തു വെച്ചത്? യദാക, അവന്റെ യദുൻ അല്ലെ, യദാക അവന്റെ രണ്ട് കൈകൾ. പടച്ചോൻ ഒരാളെയും വെറുതെ ശിക്ഷിക്കൂല. ഈ പറയുന്നതൊക്കെ പടച്ചോൻ, ഈ അപമാനവും ഈ കരിക്കലും പടച്ചോൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവൻ ചെയ്തുകൊണ്ടാണ്. നമ്മൾ ചെയ്യുന്നതിനുള്ള പ്രതിഫല പടച്ചോൻ നൽകുക. എന്നിട്ട് പടച്ചോൻ പറയാ വഅന്നല്ലാഹ്, എന്തർത്ഥം? നിശ്ചയമായും അല്ലാഹു ലൈസ, അവനല്ല, ബിളല്ലാം, അല്ലാഹു ദുൽമ പ്രവർത്തിക്കുന്ന ഒരാളെ നിങ്ങൾ കരുതാൻ പാടില്ല. അല്ലാഹു ദുൽമ പ്രവർത്തിക്കുന്ന ഒരാളാണെന്ന് എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ കരുതാൻ പാടില്ല. വല്ലാഹു സുബ്ഹാനഹു വ തആല വഅന്നല്ലാഹ ലൈസ ബിളല്ലാമിൽ ലിൽ അബീദ്, ബിളല്ലാമിൽ ലിൽ അബീദ് അല്ലേ, അബ്ദിൽ നിന്നാണ് എന്ത് വരുന്നത്? അബീദ് വരുന്നത്. വഅന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു ലൈസ ബിളല്ലാമിൽ ലിൽ അബീദ്, തന്റെ അടിമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദുൽമും പ്രവർത്തിക്കില്ല. ഇന്ന് ബോംബുകൾക്കടിയിൽ പെടുന്ന ജീവനുകളെ നോക്കുമ്പോ, ഇന്ന് ബോംബുകൾക്കും സ്ഫോടനങ്ങൾക്കും അടിയിൽ വെന്തുരുകുന്ന നാടുകളെ കാണുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ദുൽമ പ്രവർത്തിക്കുകയാണെന്ന് ഒരു നിമിഷം പോലും വിശ്വാസികളായ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. വഅന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈസ ബിളല്ലാമിൽ ലിൽ അബീദ്, അടിമകളോട് ഒരു തരത്തിലുള്ള അനീതിയും അവൻ കാണിക്കൂല, അക്രമവും അവൻ കാണിക്കൂല. നമ്മളുമായിട്ടാണ് കിണക്കേണ്ടത്. പടച്ചോൻ എന്നെ അങ്ങനെ ആക്കിയില്ലേ, പടച്ചോൻ എന്നെ ഇങ്ങനെ പരീക്ഷിപ്പിച്ചില്ലേ, പടച്ചോൻ എനിക്ക് അത് തന്നില്ലല്ലോ, പടച്ചോൻ എന്നെ മാത്രം ഇങ്ങനെ ആക്കിയല്ലോ, ബാക്കിയുള്ളവരൊക്കെ നൽകിയല്ലോ. പറ്റൂല മനുഷ്യന്മാരെ, പറ്റൂല. അള്ളാഹു അവന്റെ അടിമകളെ ഒരിക്കലും അനീതി കാണിക്കില്ല. അള്ളാഹുവിന്റെ കാരുണ്യം അത് വലുതാണല്ലേ. ഒരു യുദ്ധം കഴിഞ്ഞ് തന്റെ കുഞ്ഞിനെ തേടി നടക്കുന്ന ഒരു ഉമ്മ അല്ലെ, ആ ഉമ്മയെ കണ്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബാക്കളോട് ചോദിച്ച ചോദ്യം നമുക്കറിയാം, ചരിത്രങ്ങളിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഉമ്മ തന്റെ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയുമോ സഹാബ? ഇല്ല. നമ്മളത് അറിയണമെങ്കിൽ ഇന്ന് കാണുന്ന യുദ്ധഭൂമികളുണ്ടല്ലോ, ആ യുദ്ധഭൂമികളിൽ തന്റെ കുഞ്ഞിനു വേണ്ടി പൊട്ടിക്കരയുന്ന, ബേജാറാകുന്ന, അലയുന്ന ഉമ്മമാരെ നമ്മൾ കാണണം. ആ ഉമ്മമാരെ നമ്മൾ ആലോചിക്കണം. തന്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടോന്ന് അറിയാതെ പെടയുന്ന ആളുകളെ നമ്മൾ കാണണം. അവര് ഭൂമിന്റെ അടിയിലേക്ക് താഴ്ത്തുമോ? കുറെയൊന്നും നമ്മൾ ദൂരോട്ട് ഫലസ്തീനിലേക്കും ഗസയിലൊന്നും പോകണ്ടല്ലോ. ഇന്ന് ലാസ്റ്റ് ഈ അടുത്ത് കേട്ടൊരു വാർത്തയുണ്ട്, വളരെ വിഷമുണ്ടാക്കി.
വയനാടുണ്ടായ ദുരന്തത്തിൽ ആ വാപ്പയുടെ രണ്ട് പെമ്മക്കൾ നഷ്ടപ്പെട്ടു. ഇന്നും കാണാനില്ല. അവര് മരിച്ചോ? അവര് ജീവനോടെയുണ്ടോ? ഏതെങ്കിലും പാറക്കടിയിൽ അവരുണ്ടോ? ഏതെങ്കിലും മരത്തിന്റെ വേരുകൾക്കടിയിൽ അവരുണ്ടോ? ഏതെങ്കിലും കാട്ടിൽ വന്യമൃഗങ്ങളുടെ ഇടയിൽ അവരുണ്ടോ? ഏതെങ്കിലും ഡാമുകളിൽ അവർ കിടക്കുന്നുണ്ടോ? എന്റെ മക്കള് നഷ്ടപ്പെട്ടു. ഇത്ര ദിവസമായി, 100-150 ദിവസമായി ഞാനൊന്ന് ഉറങ്ങിയിട്ട് എന്ന് ആ വാപ്പ പറയുമ്പോ ആലോചിക്കും മനുഷ്യന്മാരെ, ആ വാപ്പ തന്റെ കുഞ്ഞിനെ കിട്ടിയാൽ താഴ്ത്തി കളയുമോ? കൊന്നു കളയുമോ? ഇല്ല. ആ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ അവരിന്നും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അതിനേക്കാൾ തന്റെ അടിമകളോട് കാരുണ്യമുണ്ട്. അതിനേക്കാൾ അടിമകളോട് റഹ്മത്തുണ്ട്. നമ്മൾക്ക് ഇന്ന് ഇല്ലാത്തതിനെ പറ്റി നമ്മൾ എത്ര വേവലാതി പറയുമ്പോഴും അള്ളാഹു നമുക്ക് നൽകിയ പലതുമുണ്ട്. ഇന്ന് നമ്മൾക്കുള്ള ആരോഗ്യം മറ്റുള്ളവരുമായി നമ്മൾ കമ്പയർ ചെയ്ത്, താരതമ്യം ചെയ്ത് ഇല്ല എന്ന് പലതും നമ്മൾ പറയുമ്പോ, നോക്കാൻ നല്ലൊരു കണ്ണും, കാണാൻ നല്ലൊരു കണ്ണും, കേൾക്കാൻ ഒരു കാതും, നടക്കാൻ ഒരു കാലും നൽകിയിട്ട് നമ്മള് അള്ളാഹു എനിക്കത് തന്നില്ലല്ലോ, ഇത് തന്നില്ലല്ലോ എന്ന് പറയുമ്പോ, അള്ളാഹുവിന്റെ അടിമകളായ നമ്മള് അള്ളാഹുവിന്റെ അടിമകളുടെ ക്വാളിറ്റി കാണിക്കാതെ പോയാൽ സഹോദരന്മാരെ, സഹോദരിമാരെ, നഷ്ടത്തിലാകുകയാണ് നമ്മൾ ചെയ്യുക. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് ഒരിക്കലും അക്രമം കാണിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യാണ്? അവിടെ പൂർത്തീകരിപ്പിക്കുകയാണ്. ചിന്തിക്കുക, ഈ പറയുന്ന ദുഷിച്ച സ്വഭാവങ്ങൾ നമ്മളിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം ഇതാണ്. അത് പടച്ചോൻ വെറുതെ നിങ്ങൾക്ക് നൽകുന്നതല്ല. നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങൾക്കത് നൽകുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നു. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി മറ്റൊരു തജ്വീദ് നിയമം നമുക്ക് പഠിക്കാം. അതിനുശേഷം ഒന്നും കൂടി പാരായണം ചെയ്ത് നമ്മുടെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള നിയമം ഇഖ്ലാബാണ്. എന്താണ് നിയമം? ഇഖ്ലാബ് കേട്ടിട്ടുണ്ടോ? ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ടോ? കേട്ടില്ലേ? കഴിഞ്ഞ ആഴ്ച നമ്മൾ ഏതാ പഠിച്ചത്? ഇൽഹാർ അല്ലേ? ഇൽഹാർ പഠിച്ചില്ലേ നമ്മള്? ഇൽഹാറിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? നീ പറയണ്ട, ബാക്കി പറഞ്ഞിട്ടെ. മദ്രസയിൽ പഠിച്ചു വന്നതാ. ശരിയല്ല. നിങ്ങൾ പറയുന്നത് ഞാൻ വരക്കൂ. ഇതാ നിങ്ങളെ തൊണ്ട. പറഞ്ഞോ. അംസഹ എവിടെ വരക്കണ്ടേ? ഏറ്റവും മുകളില്. ഫസ്റ്റ് തന്നെ തെറ്റി. മാഷാ അല്ലാഹ്. എവിടെ വെക്കണ്ടേ? ഇവര് പഠിച്ചിട്ടില്ല, ഇവര് കഴിഞ്ഞ ആഴ്ച ഉണ്ടായില്ലേ? നിങ്ങളാ പറയേണ്ടത്. എവിടെ വരക്കണ്ടേ? മദനിക്ക പറഞ്ഞോ. താഴെ. ഇവനുള്ളതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ കഴിച്ചാലേ പോവാട്ടോ. ഇനി നടുക്കാരാ? ഐന് ഹ. മോളിലോ? ഗൈന് ഹ. ഇതാണ് നേരത്തെ അക്ഷരങ്ങൾ, ഇൽഹാറിന്റെ അക്ഷരങ്ങൾ. അറബിയിൽ എത്ര അക്ഷരങ്ങളുണ്ട്? 28. ഇതെത്ര അക്ഷരങ്ങളായി? 6. അപ്പൊ ബാക്കി എത്ര? 22 അല്ലെ? ഇനി ഇഖ്ലാബ് എന്ന് പറയുന്ന ഒരു നിയമത്തിൽ കിടക്കാൻ. പക്ഷെ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല. കാരണം ഇഖ്ലാബിന് കുറെ സ്വത്തില്ല. ഇഖ്ലാബിന് കുറെ അക്ഷരങ്ങൾ കിട്ടിയിട്ടില്ല. ഒറ്റ അക്ഷരം കിട്ടിയിട്ടുള്ളൂ. അതേതാണ്? ബ ആണ്. അപ്പൊ എത്രയാ കുറയണുള്ളൂ ഇതിൽ നിന്ന്? ഈ 22 ഒന്നും കൂടിയേ കുറയണുള്ളൂ. അപ്പൊ എത്രയായി? 21. അപ്പൊ ഇനി 21 അക്ഷരങ്ങളുടെ നിയമം നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. പക്ഷെ വലിയൊരു ബിഗ് എമൗണ്ട് വരുന്നുണ്ട്, ബേജാറാകണ്ട. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ മാറ്റിമറിക്കുക എന്നാണ്. ഇഖ്ലാബിന്റെ അർത്ഥം എന്താ? മാറ്റിമറിക്കൽ. പറഞ്ഞട്ടെ, മാറ്റിമറിക്കൽ. എന്താണ് ഇവിടെയുള്ള നിയമം? ഒന്ന്, സാക്കിനായ നൂന്. സാക്കിനായ നൂന് എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള നൂന്. സാക്കിനായ നൂനോ അല്ലെങ്കിൽ ഇതെന്താ
ഇതെന്താ? നിങ്ങൾ കാണണില്ല, നിങ്ങൾക്ക് ഇത് വേറെ വരച്ചരാ. ഇതെന്താ? ഫതഹൈൻ കസറൈൻ ലമ്മൈൻ അല്ലെ? എന്താണ്? തൻവീൻ. സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ആര് വരണം? ഈ ബാ വന്നാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇഖ്ലാബ് ചെയ്യണം. എങ്ങനെയാണ് ഇഖ്ലാബ് ചെയ്യുക? നിങ്ങൾക്ക് ഖുർആനിൽ കാണാൻ കഴിയും. ഇനി പാരായണം ചെയ്യുമ്പോ അവിടെ ചെറിയ ഇയാളുണ്ടാവും. ഇതെന്താ? എല്ലാവർക്കും കാണുന്നുണ്ടാവില്ല അല്ലെ? ഇതെന്താ? ഇങ്ങനെ ഒന്നും ഉണ്ടാവും അവിടെ, കാണല്ലേ? ചെറിയൊരു മീമ്. അപ്പൊ ആ മീമ് കാണുമ്പോ എന്ത് വിചാരിക്കരുത്, ഇവിടെ എന്തോ നിർത്തണം, എന്തോ ഖുർആൻ ക്ലാസ്സിൽ അന്ന് പറഞ്ഞിട്ടുണ്ട്, വേഗം തന്നെ ഫോട്ടോ എടുത്ത് അയച്ചിരണ്ട. മീമ് എന്താ ചെയ്യേണ്ടത് വെച്ചിട്ട്, മീമ് നിർത്തണം എന്നുള്ള ഇടങ്ങളിൽ വരിക ഇങ്ങനെയുള്ള ഒരു മീമാണ് കേട്ടോ. ഈ മീമ ഉണ്ടോ? നിർത്തണം എന്ന് പറയുന്ന ഇടങ്ങളിൽ വരുന്ന മീം ഇത് ഈ രൂപത്തിലുള്ള മീമാ വരിക. കൂട്ടി എഴുതുമ്പോൾ ഉണ്ടാകുന്ന മീമ് മനസ്സിലായില്ലേ? വ്യക്തമായില്ലേ? വ്യക്തം. ഈ മീമ് നിങ്ങളുടെ ഖുർആനിൽ ഉണ്ടാകും. അപ്പൊ എങ്ങനെ ഓതണം? ഈ മീമിനെയും ചേർത്തുകൊണ്ട് ഓതണം. ഒരു ഉദാഹരണം നമുക്ക് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കൂടുതൽ മനസ്സിലാകും. ഇപ്പൊ നമ്മൾ പഠിക്കുന്ന സൂറത്ത് ഏതാ? ഹജ്ജ്. ഏതാണ്? ഹജ്ജ്. ഇനി മുമ്പ് പഠിച്ച സൂറത്ത് ഏതാ? അംബിയ. അംബിയായിൽ എന്താണ്? അൻബിയ എന്ന് എഴുതുമ്പോൾ എന്തൊക്കെയാ വരുന്നത്? അലിഫിന് ശേഷം എന്താ വരുന്നത്? അൻബിയ. അലിഫിന് ശേഷം എന്താ വരുന്നത്? നൂനിലെ. നൂനിന് എന്താ ഹർക്കത്ത്? നൂനിന് എന്താ ഹർക്കത്ത്? സുക്കൂന്. അതിനുശേഷം ഏതാ അക്ഷര വന്നത്? ബ അല്ലെ? അൻബിയ. അപ്പൊ അവിടെ എന്തുണ്ടാവും? ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവും. അപ്പൊ എന്താ ഓതുക? അംബിയ. എന്തുണ്ടാവും? അംബിയ. ഇതിനെ ഏതെടുത്തെന്ന് അറിയോ? ഇത് ഖുറാനിൽ എന്തില്ല, ഇങ്ങനെ അംബിയ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് പ്രത്യേകം കാണാൻ കഴിയില്ല. അപ്പൊ ഇനി നിങ്ങൾ ഖുർആനിൽ കാണുന്നതൊക്കെ എന്താണ് പറയാണ്? ഉദാഹരണം ഞാൻ അതിൽ നല്ല എടുത്ത് പറഞ്ഞത്. എന്നാൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നിയമം വരുന്നുണ്ട് അല്ലെ? സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ബാ വന്നാൽ അവിടെ മീമിനെയും ചേർത്ത് മാറ്റിമറിച്ചല്ലേ? നമ്മൾ പറഞ്ഞല്ലേ ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റിമറിക്കലാണ്. എന്താണ്? മാറ്റിമറിക്കലാണ് അല്ലെ? ഒരു മീമും കൂടി വന്നപ്പോ മാറ്റി പറഞ്ഞല്ലേ? മറഞ്ഞു. അപ്പോ എന്താ നമ്മൾ പറയേണ്ടത് ഇവിടെ? അംബിയ അല്ലെ? അല്ലെങ്കിൽ നമ്മള് ഇങ്ങനെ ഒരു നിയമില്ലെങ്കിൽ അൻബിയ എന്ന് ഓതും. നിയമം വരുമ്പോ അംബിയ അംബിയ അംബിയ. മനസ്സിലായില്ലേ? ഇനി ഖുർആനിൽ എവിടെ സാക്കിനായ നൂനോ തൻവീനോ ശേഷം ബാ വന്നിട്ടുണ്ടോ അവിടെ എന്ത് ചെയ്യണം? ഇഖ്ലാബ് ചെയ്യണം. രണ്ട് കാര്യങ്ങൾ വാജിബായി. ഒന്ന് ഇതും, പിന്നെ സാക്കിനായ നൂനോ തൻവീനോ ശേഷം ഹംസ ഹ ഐൻ ഹ ഗൈൻ ഖ വന്നാൽ ഇൽഹാർ ചെയ്യണം. ഇൽഹാറിന്റെ അർത്ഥം എന്താ? വ്യക്തമാക്കുക. എന്താണ്? വെളിവാക്കുക എന്നുള്ളതാണ് എന്ത്? ഇൽഹാറിന്റെ അർത്ഥം. അപ്പൊ രണ്ട് നിയമങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ് പഠിച്ചത്? ഇൽഹാറും ഇഖ്ലാബും. ഇനിയിപ്പോ എത്ര അക്ഷരങ്ങളുടെ പഠിക്കാനുണ്ട്? 21 അക്ഷരങ്ങളുടെ നിയമങ്ങളും കൂടി നമുക്ക് പഠിക്കാനുള്ളൂ. വലിയ ബിഗ് എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ വരുന്നുണ്ട്. നിങ്ങൾ ആരെന്ത് ചെയ്യണ്ട, അത് ആലോചിച്ച് ബേജാറാകണ്ട. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 3 ആയത്തുകൾ ഒന്നും കൂടി പാരായണം ചെയ്ത് നമ്മുടെ ക്ലാസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير.
ثاني عطفه ليضل عن سبيل الله له في الدنيا خزي ونذيقه يوم القيامة عذاب الحريق ذلك بما قدمت يداك وأن الله ليس بظلام للعبيد. മൂന്നായത്തുകൾ നമ്മൾ പഠിച്ചു. നമ്മൾ ഇൽഹാറിന്റെ അക്ഷരങ്ങൾ പറഞ്ഞപ്പോ അത് തൊണ്ടയുടെ ഓരോ ഭാഗങ്ങളാന്ന് പറഞ്ഞു. നമ്മൾ ഇന്ന് പഠിച്ച അക്ഷരം ഏതാണ്? ബ ആണ്. ബ ആണ് നമുക്ക് പറയാൻ ഏറ്റവും എളുപ്പമുള്ള രണ്ട് വാക്കുകളാണ്. ഒന്ന് ബാവും ഒന്ന് മീമുമാണ്. രണ്ടും എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ ചുണ്ടുകളുടെ ഇടയിൽ നിന്ന് അല്ലെ. ബ മ അല്ലെ. വേറെന്തെങ്കിലും ആലോചിക്കാനില്ല. നാവ് ആടെ തട്ടണ്ട, പല്ലിന്റെ ഇവിടെ പോണ്ട, ആടെ അടിയിലൊന്നും പോണ്ട അല്ലെ, തൊണ്ടയിൽ നിന്ന് എടുക്കണ്ട. ബ മ എന്നേ ഉള്ളൂ. അത്രയും നമുക്ക് അതിന്റെ മഖ്റജ് വളരെ എളുപ്പമുള്ളതാണ് എന്നുള്ളത് കൂടി അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാണ്. എല്ലാവരും പഠിക്കുന്ന ഭാഗങ്ങൾ പാരായണം ചെയ്ത് അയക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. നമ്മുടെ തെറ്റുകൾ തിരുത്തണം. മനസ്സിലായില്ലേ? ഗ്രൂപ്പിലിടാൻ മടി ഉണ്ടാവും, പേഴ്സണലായിട്ട് അയച്ചു തരിക. അത് കേട്ടുകൊണ്ട് കുറച്ച് ആളുകൾ അയച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കറക്ഷൻസ് ഇൻഷാല്ലാഹ് നൽകും. ആ രൂപത്തിൽ എന്ത് ചെയ്യുക, അയക്കുക. നമ്മുടെ പാരായണം നമ്മൾ തന്നെ ശരിയാകണം. ഇതിപ്പോ നിങ്ങൾ വിചാരിക്കും ഇവർ കേട്ട് ഇവർ എന്താ വിചാരിക്കുക, അങ്ങനൊന്നും വിചാരിക്കാനില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഖുർആൻ പാരായണം നന്നാക്കുക, നാളെ അള്ളാഹുവിൽ സ്വീകാര്യനാകുക എന്നുള്ളത് മാത്രമാകണം നമ്മുടെ ഉത്തരവാദിത്തം. ഓൺലൈനിൽ കേൾക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം താഴെ നമ്പർ നൽകും, അതിലേക്ക് പാരായണം ചെയ്ത് അയക്കുക. ഇൻഷാല്ലാഹ് കറക്ഷൻസ് ഇൻഷാല്ലാഹ് നൽകും. അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനും ജീവിതത്തിൽ കൊണ്ടുവന്നതിന് ശേഷം ജീവിതത്തിലുടനീളം നിലനിർത്താനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.